ഞാൻ കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ടിരുന്ന ഇത്ര നേരമായിട്ട് ഗ്യാങ് ഫണ്ട് തരാൻ ഞാൻ സെക്കൻഡെ വിളിക്കുന്നു. എടാ എല്ലാരും താഴെ പോയി നിന്നടാ, ഇതിനകത്ത് ഇരിക്കില്ലടാ, താഴെ പോയി നിന്നടാ എല്ലാരും. ഈ പോച്ചക്കട താഴെ പോയി എല്ലാരും, താഴെ പോച്ചല്ലേ. ആ സെക്കൻഡ് എത്രയും പെട്ടെന്ന് വന്ന് ഗ്യാങ് ഫണ്ട് തരണ്ടാണ്. ഫ്രണ്ടിലോട്ട് വാ, സെക്കൻഡ് വാ. വാർച്ചാറ്റ് നോക്ക്. വാർച്ചാറ്റിൽ എന്താ? വെൽക്കം ബാക്ക് വക്രി ടിജെ വക്രി. വക്രി ആരാ? ടിജെയുടെ വക്രി കുഞ്ഞ് അരിലോട്ടെ. പറടാ. എന്താ 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 എന്താ? അതല്ല അതല്ല അവളുടെ മൊത്തം എന്താ ആദ്യം ഒരു പിക്കപ്പ് പിക്കപ്പിലെ ഇതുപോലെ ഇരിക്കണം. അതായത് നിന്നെ കാണാൻ പൂസ്, നീ വരുമ്പോ മാസ് തരാൻ ഞാൻ കിസ്, ഇതുപോലെയൊക്കെ ഇരിക്കണം. സ്വന്തമായിട്ട് എഴുതിയിരിക്കണം. ഇത് ഞാൻ അരമണിക്കൂറോടെ ചെയ്താണ്. ഡയറ്റിന് മുന്നേ പിത്തം, ഓണത്തിന് മുന്നേ അത്തം, ഞാൻ തരട്ടെ നിനക്കൊരു മുത്തം. കൊള്ളാണ് അത്. നൈസാണ് അത്, നൈസാണ്. ഞാൻ ഇതുവരെ കേട്ടില്ല. അതെ. ഇനി പൈസ എത്ര ഉണ്ട്? അക്സെപ്റ്റബിൾ ആണ്. ഇത് അക്സെപ്റ്റബിൾ ആണ്. 70 CR. കറക്റ്റ് 70 CR ഉള്ളൂ. 342. അത് പോരല്ലോടെ. അതല്ല അത് മതി വിചാരിച്ച്. അല്ല ഞാൻ പറഞ്ഞല്ലോടെ, ഏറ്റവും കൂടുതൽ വലിയൊരു സമ്മാനം ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. അത് ഓൾറെഡി എനിക്കൊരു സമ്മാനം കിട്ടി. പിന്നെ എന്തിനാ വേറെ സമ്മാനം? എന്താണ് സമ്മാനം? അല്ല തരാന്ന് പറഞ്ഞായിരുന്നു. അധികം തരത്തില്ല. അത് കാരണം ഞാൻ ഗ്രൈൻഡ് ചെയ്യാണ്ടിരുന്നേ. ആണല്ലേ? എന്തിനായിരുന്നു നിനക്ക് സമ്മാനം തരാന്ന് പറഞ്ഞേ? 3 ദിവസം കൊണ്ട് ലെവല് കംപ്ലീറ്റ് ആക്കിയതിന്. ട്രക്കിന്റെ ഓക്കെ. അധികം തരാം. ഓക്കെ 342 കേട്ടോ. ഓക്കെ മുമ്പില് കേറിക്കാം. അതെ. എന്തൊക്കെ പിന്നെ എല്ലാം ചെയ്തു, എല്ലാ ജോബും ചെയ്തു. നിന്റെ പേരെന്തായിരുന്നു? സെക്കൻഡ് നീ ആയിരുന്നാ? കുറച്ചുകൂടി ഇങ്ങനെ തന്നെയായിരുന്നു. ഗ്യാങ് സസ്പെൻഷൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നതുകൊണ്ട് നിനക്ക് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ്. അപ്പൊ സെക്കൻഡ് താങ്ക് യു. പോയിട്ടോ. ഇൻസൾട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇൻസൾട്ട് ചെയ്യേണ്ടത് ഇൻസൾട്ട് ചെയ്യും, എന്നാലും നീക്ക് പഠിക്കുള്ളൂ. അടുത്തത് അപ്പൊ നമ്മുടെ സെക്കൻഡ് 70 CR. അപ്പൊ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ സാവേജിനെ വിളിക്കുന്നു. സാവേജ് വാ. ഹലോ പറ സാവേജ്. പറയട്ടെ. ഓ കൊക്കക്കോള, പെപ്സി, വാസോണ്ടൻ, സെക്സി. അത് പോരാ. ഒന്നുകൂടി കാണാം. 3 ലൈൻ വേണോടാ. ഇതെന്താ പറയാണ്? കൊക്കക്കോള സെക്സി, വാസോണ്ടൻ സെക്സി. ഇതിപ്പോ നോർമലി പറയുന്ന പോലെ ഇത് അത് ശരിക്കുള്ള കാര്യം. നമുക്കൊരു ഇതോടെ കൊടുക്കും. ഒന്നര പഠിച്ചിട്ടാ. അതായത് ഇപ്പം വേണമെങ്കിൽ കൊക്കക്കോള സെക്സി, വാസോണ്ടൻ. ചന്ദ്ര വിടറാ. ഞങ്ങള് വേറെ ടാസ്ക് തരാം. ഞങ്ങൾ പറഞ്ഞതിന് പരസ്പരം എന്തല്ലാതെ റിപ്ലൈ പറയണം. ഓക്കെ. ഫുഡ് കഴിച്ചോടാ? എന്തോ അതല്ലടാ, അതായത് ഫുഡ് കഴിച്ചാ? എനിക്കില്ലെന്ന് മനസ്സിൽ പറഞ്ഞുള്ളൂ. ഫുഡ് കഴിച്ചാ? എടാ ഫുഡ് കഴിച്ചാ? ആലോചിക്കരുത്. കാര്യമില്ല. പരസ്പരം ബന്ധമില്ലാതെ പറയണ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഫുഡ് കഴിച്ചാ മനസ്സിലായി പക്ഷെ പെട്ടെന്ന് പറയണേ. ഒന്നുകൂടി ചോദിക്കാം. അടുത്ത ചോദിക്കാം. കഴിഞ്ഞ ടർഫ് വിളിച്ചായിരുന്നോ? ഇത് തെക്കിന്റെ ദേവരല്ലേ? വാസവ സുന്ദരല്ലേ?
എത്ര പിക്ക് എടുത്ത് ടർഫില്? എടാ അതിന് ഉത്തരം പറഞ്ഞില്ല അവൻ. എത്ര പിക്ക് എടുത്ത് ടർഫില്? സെക്കൻഡ് ഒരു കൊണ്ടൻ ആരാ സെക്കൻഡ് ആണാ? സ്നൈപ്പ്. സ്നൈപ്പ് കൊണ്ടുവരാണാ? നീയോ? ഞാനല്ല. ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞല്ലോ അത് വരെ. ഫെയിലായി. നമ്മൾ കുറച്ച് ട്രിക്കിയാണ്. ട്രിക്കിയാണ് കേട്ടാ. ഫെയിലായ എത്ര കോടിയുണ്ട് കയ്യില്? അപ്പൊ 75. അപ്പൊ 80 തന്നോ? 80 തന്നോ? 80 80 ചന്ദ്രൻ 250 സിയർ പറഞ്ഞോ? അണ്ണാ എവന്മാര് കുറച്ച് ഫണ്ട് ഇട്ടായിരുന്നു. അപ്പൊ 75 മേടിച്ചാൽ. ആ ഓക്കെ കണ്ടുപിടിക്കുക ഞാൻ പറയൂല. എടാ 342 ഇട്ടോ. ഓക്കെ കണ്ടുപിടിക്കാം. ഓക്കെ കിട്ടിയാണ? കിട്ടി. ഓക്കെ TVS Savage 75 കോടി 75 കോടി 75 കോടി. അടുത്തതായി ദ OG സിഗ്മ മെസ് ബോയ്. ഹലോ ഹലോ മസണ എന്താണ് 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 ഇതല്ലേ ഗ്യാങ്പട്ടല്ലേ? ഗ്യാങ്പട്ടല്ല. ആദ്യം വിജയ് ആദ്യം ഇത് വേണം. പിക്കപ്പ് ലൈൻ. പിക്കപ്പ് ലൈൻ. ഇംഗ്ലീഷ് മതി. ഇംഗ്ലീഷ്. ഓ ഇഷ്ടമുള്ള. ഓക്കെ. ഡു യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഹിസ്റ്ററി? നോ. ഹിസ്റ്ററി ഈസ് പാസ്റ്റ്, യു ഈസ് മൈ ഫ്യൂച്ചർ. ചന്ദ്ര മനസ്സിലായോ? ചന്ദ്ര മെസ് ബോയ്. അതെ. ഒന്നൂടെ പറയടാ. ഒന്നൂടെ പറയാം. ഞാൻ ഒരു കണക്ക് എഴുതുമായിരുന്നു ഈ കാശ് കൊണ്ട് തരുന്നവരെ. പറയാം. ഡു യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഹിസ്റ്ററി? ഞാൻ ഞങ്ങളാണ് ക്വസ്റ്റ്യൻ കേൾക്കണ എന്റെ അടുത്ത്. എന്തിനു അണ്ണാ എന്താ വേണ്ട അടുത്ത വേറെ വേറെ. നീ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണോ? മലബാർ ഗോൾഡൻ മലയാണോ? മലവാളമാണോന്ന് ചോദിക്കുന്നവരുണ്ടല്ലോടാ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആണോ അതോ? Because there is where beauty meets quality. അയ്യോ വേണ്ട. നിന്റെ പിക്കപ്പ് ലൈൻ വേണ്ട. ചന്ദ്ര മറ്റേ ടാസ്ക് കൊടുത്തു ചന്ദ്ര. ഏത്? എടാ ഞങ്ങള് നിന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നീ അത് പരസ്പര ബന്ധമല്ലാതെ സംസാരിക്കും. ഇപ്പൊ എക്സാമ്പിൾ അതായത് ചിന്തിക്കാതെ ഒരു മിനിറ്റ് നമ്മളോട് സംസാരിച്ചാൽ മതി. 1 മിനിറ്റ്. 1 മിനിറ്റോ? 1 മിനിറ്റ് നിനക്ക് 3 പ്രാവശ്യം മൂലല്ലോ ഒറ്റ ചാൻസേ ഉള്ളൂ. ഇത് തെറ്റി കഴിഞ്ഞാൽ 5 കോടി എക്സ്ട്രാ. 5 കോടി തെറ്റി കഴിഞ്ഞാൽ 5 കോടി എക്സ്ട്രാ തരേണ്ടി വരും. ഓക്കെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കണം. 1 മിനിറ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നീ കഴിച്ചോന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പറഞ്ഞു. മനസ്സിലായി? അത് ഇല്ലാന്നല്ല ഉത്തരം പറയണ്ട. ഞാൻ ഇന്ന് പോയില്ല അങ്ങനെയൊക്കെ വേണം പറയാൻ. മനസ്സിലായില്ലേ? ഓക്കെ അപ്പൊ തുടങ്ങാം. സുഖമാണോ? അപ്പാപ്പ സുന്ദര. അപ്പിട്ടോ അപ്പാപ്പന്റെ പ്രായം കൂടി വരുന്നുണ്ട്. എവിടെ വയസ്സായി? എത്ര വയസ്സായി? അപ്പാപ്പന്റെ പ്രായം അത്ര. തെറ്റിപ്പോയേ. എന്റെ വയസ്സിൽ ചോദിച്ചേ. ശരി 2 ചാൻസ് തരാം. അല്ല 2 ചാൻസ് തരാം. തലയിലെത്ര മുടിയുണ്ട്? സാവേജ് കൊണ്ടുവരാം. സാവേജ് അപ്പാപ്പ സൂപ്പറാ. അതെന്താ അപ്പാപ്പ സൂപ്പർ എന്ന് പറഞ്ഞേ? പ്രായം വരുന്നില്ലേ? ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? അപ്പിട്ടോ? നാളെ. എത്ര വർഷം? ചിക്കൻ കറിയും ഞാനും. ചിക്കൻ കറി വേറെ, ചിക്കനും കറി വേറെ പിടിച്ചില്ല. ഫുട്ബോൾ കളിക്കാൻ പോണം. എത്ര നേരം? മെസ്സിയാണോ റൊണാൾഡോ ആണോ ഇഷ്ടം? വിരാട് കോഹ്ലി. ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ബില്ലിയാർഡ്സ് കൂടുതൽ താല്പര്യം. ആൻസർ പറഞ്ഞല്ലോ, കറക്റ്റല്ലേ പറഞ്ഞല്ലോ. 5 കോടി 5 കോടി എക്സ്ട്രാ തരണേ. 5 കോടി 342. 5 കോടി എടുത്തിട്ട് വരണം. എടുത്തിട്ട് വരണം. ഇപ്പൊ 70 മതിയോ? ഇപ്പൊ ഉള്ളതാ. ടാസ്കിൽ തോക്കുന്ന ആൾക്കാര് 5 കോടി എക്സ്ട്രാ തരണേ.
342 കിട്ടിയോ? കിട്ടി TVMS ബോയ് 70 കോടി 70 കോടി 70 കോടി. അടുത്തത് SRK വാ. Wait for Mochiriya. SRK ഫസ്റ്റ് കോൾ എന്തോ ആയിട്ട് വരുന്നേ. ആ അണ്ണാ ആ പറഞ്ഞോ. എന്താ അണ്ണാ? പിക്കപ്പ് ലൈൻ. ആ അണ്ണാ, കാലിയിടാൻ ചെരുപ്പ്, സാമ്പാർ വെക്കാൻ പരിപ്പ്, അണ്ണനെ കാണുമ്പോ എന്റെ നെഞ്ചിലൊരു തരിപ്പ്. എടാ, കൂടി പോയോ തരിപ്പ്? ഇത് ചെവിക്കൊരു പെരുപ്പ്. വേണ്ടിട്ട് ആ കാലത്ത് പറഞ്ഞ പ്ലേനാണിത്. ഏകദേശം 80s ഒന്നും പറഞ്ഞ വാസന്റെ ഒന്നിട്ട് പറഞ്ഞ ഒരു പ്രശ്നം പറയോ? കാലിയിടാൻ ചെരുപ്പ് ചന്ദ്രു. കാലയുടെ ചെരുപ്പ്, ആ സാമ്പാർ വെപ്പ്, സാമ്പാർ വെക്കാൻ പരിപ്പ്. ആ അണ്ണനെ കാണുമ്പോ നെഞ്ചിലൊരു തരിപ്പ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കും, പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ പറഞ്ഞ 1 മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തിന് ഒരു ബന്ധമില്ലാത്ത ഉത്തരം പറയണം. ആ ഓക്കെ? ആ എടാ, കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ടിവിയിൽ ഗ്യാങ് സസ്പെൻഷൻ കിട്ടി. ഇവൻ മേടിച്ചു തന്നത് ഈ ചന്ദ്രൻ, അത് ശരിയാണോ? ഇല്ലണ്ണ, അത് ശുദ്ധ തെണ്ടിത്തരമാണ്. ആ, ഇപ്പൊ തന്നെ തോറ്റ്. 5 കോടി 5 കോടി. ഇല്ലണ്ണ, എന്താണ്ണ? അല്ല തെറ്റി, നീ ഓപ്ഷൻ ഇല്ല. ഇല്ല ഞാൻ മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞു എന്നെ മറുപടി പറയരുതല്ലേ? അയ്യോ അണ്ണ, ഞാൻ യാതൊരു ബന്ധമില്ലാത്ത മറുപടി വേണം പറയാൻ. നിനക്ക് മാസം അടിക്കാൻ പറ്റൂല. 5 കോടി എക്സ്ട്രാ തന്നേക്ക്. അത് നോക്ക് തന്നു നോക്ക്. ഇല്ല സംസാരിക്കും. ഒരു ചന്ദ്രൻ കൊടുക്കുക. ശുദ്ധ തെണ്ടിത്തരം. ആ ഒരു ചോദിക്കാം. ഇത് AFK ആയോ? ആ എന്നാ ചന്ദ്ര ഇല്ല എന്താ ചോദിക്കണ്ടേ? നിന്റെ പേരെന്താ? ചോദ്യം ചോദിക്കണം. നിന്റെ പേരെന്താ? നിന്റെ സുഖം സാർക്ക്. ഹലോ, ഇവ AFK ആയോ? വിണ്ടോ നല്ലല്ലേ പറഞ്ഞേ? ഉത്തരം പറയരുതെന്ന് കറക്റ്റല്ലേ? 5 കോടി വെച്ചിട്ട് നോക്കോ. 5 കോടി വെച്ചിട്ട് നോക്കോ. എടാ വാണപ്പാ, ഇപ്പൊ അല്ല വാസോണ്ട് ഇപ്പൊ അല്ല വാസോണ്ട് ഇട്ട് നോക്കിയാണോ? നീ സംസാരിക്കില്ലെന്ന് ചോദിച്ചില്ലേ? മറുപടി നീ പറഞ്ഞില്ലേ? ജസ്റ്റ് നീ ഒന്നും സംസാരിച്ച അങ്ങനെ ഒന്ന്. ചന്ദ്ര സുഖമാണോ? സുഖമല്ല. സുഖമല്ല, ഊമ്പ് നിന്നെ കൊണ്ട് കഴിയില്ല. എത്ര നാളായി TV വന്നിട്ട്? നാളെ പള്ളിയിൽ പോണം. കേട്ടില്ലേ? സോറി, ഞാൻ പറയാം. TV വന്നിട്ട് അതാ ഞാനിപ്പോ തൂറിട്ട് വന്നേ ഉള്ളൂ. ആണല്ലേ? കഴിഞ്ഞ മാസം എന്താ ലീവ് എടുത്തേ? കൊച്ചിന് 2 വയസ്സായി. നാളെ വരുവോ? ഇല്ല വാസവനെ, ഞാന് എയർപോർട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. സൂപ്പർ. അവിടെ പോയി ഫെയിലായി പോയല്ലേ? ഇതിന് പറ്റിയ എന്താന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇത് വാസവൻ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു. എന്റെ 3ാമത്തെ ഉത്തരം എന്താണെന്ന് അറിയാവോ? ഞാൻ എറണാകുളത്തോട്ട് വരുവാത്. വാസവൻ ചോദിച്ച ചോദ്യം എത്തുവാ, നാളെ വരുവാത്. ഞാനും പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു എന്റെ ഉത്തരം. ശരിയായി പോയി. ഫൈനൽ ചാൻസ്. ചന്ദ്രനെ ഇപ്പൊ പീഡി ഹോസ്റ്റേജ് ആയിട്ട് എടുത്തോണ്ട് പോവാണെങ്കിൽ എന്ത് ചെയ്യും? ടൂറാൻ പോകും. കൊതക്കീറൂല അങ്ങനെയാണെങ്കിൽ മൈരെ. സ്റ്റേഡിയം പ്രാക്ടീസ് ചെയ്യാൻ പോകണ. സ്റ്റേഡിയം പ്രാക്ടീസ് ചെയ്യും. എത്ര നാളായിട്ട് ആർപ്പി കളിക്കുന്നുണ്ട്? അണ്ണാ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിരുന്ന. ഇഷ്ടപ്പെട്ട പ്ലെയർ റൊണാൾഡോ. എന്താ റൊണാൾഡോ ഇഷ്ടപ്പെടാൻ കാരണം? നന്നായിട്ട് തൂത്തുവാരിട്ട് കിടന്നുറങ്ങും. മറുപടി പറഞ്ഞില്ലേ? ഔട്ടായി. എക്സ്ട്രാ പേ ചെയ്യണേ. 5 കോടി എക്സ്ട്രാ വെച്ചിട്ട് പെട്ടെന്ന് ഇതിപ്പോ ഞാൻ കയ്യില് 70 കോടി എടുത്തോളല്ലോ. കൊണ്ടുതന്ന ഞാൻ ഇവിടെ നോട്ട് പാഡിൽ നോട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് പാഡിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് 342 തന്ന
ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ചന്ദ്ര ഇത്. അണ്ണാ കിട്ടിയോണ്ടാ ഓക്കെ TVS കാർക്ക് 70 കോടി ടാസ്ക് ഫെയിൽഡ്. വാസവനെ എടാ, പോട്ടെ എടാ. വേറെ ഐഡിയ കൂടെ കിട്ടിയിട്ടുണ്ട്. വാസവനെ നമുക്ക് ഇവർക്കൊരു അവസരം കൊടുക്കണം. ഒരു വട്ടം തിരിച്ച 5 കോടി. പക്ഷെ നമ്മൾ രണ്ടാമതൊരു അവസരം കൊടുക്കും. ആ അവസരത്തിൽ അവർ ജയിച്ചാൽ അവർ 5 കോടി തരണ്ട. പക്ഷെ ആ അവസരം പോയി കഴിഞ്ഞാൽ 5 എന്നുള്ളത് 10 ആവും. അയ്യോ അത് വലിയ പ്രശ്നമാവും പാപ്പ. പിന്നെ വേണ്ട നമുക്ക് ഒരു ചാൻസ് കൊടുത്തിട്ട് മറ്റേ ഇത് കൊടുക്കാം. അത് ആദ്യത്തെ സെറ്റ്, രണ്ടാമത് വേണ്ട. ആണോ? ആ പോട്ടെ. എന്തായിരുന്നു നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങള് മറ്റേ നീകനെ കാണാൻ വേണ്ടിട്ട്. ഓക്കെ അടുത്തതായി സ്റ്റീവ്. സ്റ്റീവേ ഓ അണ്ണാ ഗ്യാങ് ഫണ്ട് ഗ്യാങ് ഫണ്ട് വേണ്ട. അതിന് മുമ്പ് പിക്കപ്പ് ലൈൻ. പിക്കപ്പ് ലൈനാ? അണ്ണ നോക്കി പറട്ടെ എന്നാ. അതെ എന്നെ നോക്കി പറ. ഹേ വാസുകൊണ്ടൻ, കഴിക്കാനുണ്ട് ബ്രെഡ്, കിടക്കാനുണ്ട് ബെഡ്, നിന്നെ കണ്ടപ്പോൾ ഞാൻ ഡെഡ്. നൈസ്. 10-5 ഉള്ളൂ. അണ്ണ ചന്ദ്രൻ ഈ കോണ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പെൺപിള്ളേർക്കും പറയാനൊക്കെ. അപ്പൊ അടുത്തൊരു രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാല് ഞങ്ങൾ നിന്നോട് സംസാരിക്കും. പരസ്പര ബന്ധമില്ലാത്ത റിപ്ലൈ പറയണം. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ പറയുന്നതായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ ഞാൻ ചോറ് കഴിച്ചു അല്ലെങ്കിൽ എസ് എന്നോ എന്ത് പറഞ്ഞാലും ഔട്ടാണ്. അതുമായിട്ട് നമ്മൾ പറയണതായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി. ടിവിയിലോട്ട് രണ്ടാമത് വരാനുള്ള കാരണം എന്താ? ചിമ്പാൻസി കാട്ടിലുണ്ട്. കാട്ടിൽ എന്തിനാ ചിമ്പാൻസി പോയത്? അപ്പുറത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നു. പട്ടിയോ? നന്നായിട്ട് കളിക്കുന്നുണ്ടോ? അസുഖം വന്നാ ഹോസ്പിറ്റലിൽ പോണം. ഏത് ഹോസ്പിറ്റൽ? സൺറൈസിലാണോ അതോ ആസ്റ്ററിലോ? നാളെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. എത്ര മണിക്കാ? കഴിക്കാൻ ചോറ് മതി. എത്ര റൗണ്ട് ഇടണം ചോറ്? പറക്കാനാണെങ്കിൽ ചിറകിന്റെ ആവശ്യമേ ഉള്ളൂ. എത്ര ദൂരം പറ്റും? ചോറുണ്ട്. എന്തോ കേട്ടില്ല. കാക്ക പറക്കുന്നു. കാക്ക പറക്കുന്നു. വെള്ളക്കാക്കയാ കറുത്ത കാക്കയാ? 69ാമത്തെ പൊസിഷൻ. ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ മുടിയിലെ കളർ അടിച്ച എന്താടാ? അണ്ണനെ കാണാൻ നല്ല രസമുണ്ട്. കേക്കുന്നില്ല? ഹലോ ഉച്ചക്ക് ചോറ് കഴിച്ചു. ഹലോ കേക്കാവോ? കേക്ക. എന്താ കഴിച്ച ചോറിന്റെ കൂടെ? ചോറിനോട് എന്താ കഴിച്ചേ? ഒരുപാട് സമയം ആലോചിക്കുന്നുണ്ട്. ശരിയല്ല. ഓ എന്നെ ഇത് ഞാൻ കേട്ടില്ല. ഒന്നും പറഞ്ഞു. പിടിച്ചു വാസവനെ. ഇപ്പൊ കേക്കാവോ? ശരിക്കും feel ചെയ്യരുത്. ഓൾറെഡി പാസ്ഡ്. ഒരു മിനിറ്റ് ആയി. അത്ര 342 ഫണ്ട് തട്ടോ. പൈസ ഈ ടാസ്ക് ആദ്യമായിട്ടാണ് ഒരാൾ ജയിക്കണത് ഇത്രയും ഫ്ലോലെസ് ആയിട്ട്. അത്രേ ഉള്ളു. 1 2 3 4 ലക്ഷം കോടി. എന്നാ എന്റെ ഇനി ഫുഡ് വാങ്ങിയാൽ പോലും പൈസ ഇല്ലണ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റീവ് നമ്മള് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വന്നതെങ്കിലും 78 കോടി രൂപ വന്നിട്ടുണ്ട്. സ്റ്റീവ് 78 CR. ടാസ്ക് പാസ്. അടുത്തതായി മന്ദാരം. എന്താടാ ചിരിക്കുന്നേ? ഒന്നുമില്ലാണ് ചിരിക്കാൻ ഇവിടെ ആരെ തുണി വെച്ചിട്ടിരിക്കാണ്? ഹൗ ഡെയർ യു? ഞാൻ
ഗ്യാങ് ഫണ്ട് കളക്ട് How old are you? ഗ്രൈൻഡ് How old are you? Are you dumb? എന്താ ചന്ദ്രൻ How old are you? നിനക്ക് ഡിലേ ഉണ്ടോ ചന്ദ്ര? അവൻ 21. പറയുന്നില്ല റെസ്പോൺസീവ് അല്ല ഒട്ടും. ഞാൻ പിക്കപ്പ് ലൈൻ പറ. ലൈൻ പറഞ്ഞ കടയിലുണ്ട് മഞ്ച്, കടലിലുണ്ട് കൊഞ്ച്, തരട്ടെ ഒരു ഫ്രഞ്ച്. തന്നോ ചന്ദ്ര അടി കിട്ടുമല്ലോ. നീ തന്നിട്ട് പോയത്. ഇത് എന്ത് ഇത് 10-2 ഭയങ്കര മോശം. മന്ദാരത്തിന്റെ സൈഡിൽ ഞാൻ ഇത്ര ഇതൊന്നും അല്ല എക്സ്പെക്ട് ചെയ്തത്. ഞാൻ മന്ദാരം ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും എഴുതിക്കൊണ്ടൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ. അണ്ണ പ്രതീക്ഷ പോയി. ഇനി രണ്ടാമത്തെ ടാസ്ക് നമ്പർ 2. ഡിപ്രഷനിലായോണ്ടാണ്. പുസിക്കാറ്റ് പറയില്ല നന്നായിട്ട്. അയാൾക്ക് പറയാൻ പറ്റിയൊരു ഇതുണ്ട്. നമ്മള് സംസാരിക്കും, പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ തിരിച്ച് സംസാരിക്കണം. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു ഇതും ഉണ്ടാവാൻ പാടില്ല പറയുന്നതിന്. യെസ് ഓർ നോ പറയാനും പാടില്ല. ഞാൻ ചോദിക്കാം ക്വസ്റ്റ്യൻസ്. ചന്ദ്ര തുടങ്ങിക്കോ. കേക്കാ നിനക്ക്? ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ആർക്ക്? ആടെ ബർത്ത്ഡേ? ആനിവേഴ്സറി. ആനിവേഴ്സറി ആരുടെന്ന്? കട ഉദ്ഘാടനം. കട ഉദ്ഘാടനം. നീ കഴിച്ചെന്ന്? അപ്പിട്ട്. എന്താ കഴിച്ചേ? നല്ലോണം പോയി. അപ്പിട കാര്യം മാത്രം പറയണ എന്തിനാണ്? ആറിയിട്ട്. ഓ വണ്ടി ഓടിച്ച്. എന്ത് ഏതാണ് വണ്ടി മോഡൽ? ഏതാ? ആലോചിക്കാൻ പാടില്ലേ? ആലോചിക്കാൻ പാടില്ലേ? പച്ചപ്പല്ല് പച്ചപ്പല്ല് പച്ചപ്പല്ല്. ഒരു സെക്കൻഡ് കഴിഞ്ഞു. നീലാകാശം. ഒരു സെക്കൻഡ് കഴിഞ്ഞാട്ടാ. ഇത് ഭയങ്കര ഡിലേ ആണ്. അതെ ഇപ്പൊ പറഞ്ഞു. നമ്മൾ ഇട്ട് വെക്കാം. നീ ഇപ്പൊ പറഞ്ഞു. നമ്മൾ പറഞ്ഞ ഇട്ടല്ലേ പറഞ്ഞ. നീ ഇപ്പൊ ഒറ്റ ചാൻസ്. ഓക്കെ. നീ റെഡിയാണോ? ടിവിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? ഒന്നൂടെ ചെയ്യും. ഒന്നൂടെ നിന്നെ കോലീഡറാക്കി ടിവിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? കളക്കാൻ പോവും. ടി വിയിലായിട്ട് ഇഷ്ടപ്പെട്ട ഔട്ട് അഞ്ചു ചേർത്ത് തരണേ. ആ ഡിലേ 70 കോടിയല്ലേ അണ്ണാ? 50 1000 MSC കളിക്കണവൻ. 70 കോടിയല്ലേ? 5 കോടി. പിന്നെ ഇത് പെനാൽറ്റി ആരടയ്ക്കും അപ്പൊ? അണ്ണാ എനിക്ക് 65 പാട്ട് പാടിയണ്ടേ? പാട്ട് പാടിയുണ്ടോ? ആ പിന്നെ മ്യൂസിക് ഇസ് ദ നെയിം ഓഫ് ലവ് ലവ്. ആ പാട്ട് ശരി. എന്നാ 70 കോടി താ. പിന്നെ ഇല്ല ടി വിയിലായി ഏറ്റവും ഇഷ്ടപ്പെട്ടാരെ? ചന്ദ്രൻ. ആ 5 കോടി തന്നിട്ട് പോയ നീ. എന്നാലും വാസവന്റെ പേര് പറഞ്ഞില്ല കേട്ടോ. അത് വാസന. ചന്ദ്ര വേറൊരു കാര്യം അറിഞ്ഞോ? ആ പയ്യൻ ഓസിയില് കാർ മേടിക്കാൻ പോവാ. കൊറേ പൈസ കൺഗ്രാറ്റ്സ് മന്ദാരം. അറിഞ്ഞില്ല. ഏതാ പുതിയ കാറാണ്? ഓടാ നമ്മള് ശരിക്കും ചോദിക്കട്ടെ, കൊടുക്കുന്നോ നീ? ഇവിടെ എത്ര കാശ്? ചന്ദ്ര EMI ആണോടാ? എന്താ ചന്ദ്ര? പൈസ ഇട്ടായിരുന്നോ? ഞാൻ ഇടയ്ക്ക് ഒരു വെച്ചപ്പോ ഞാൻ ലോണിന് എലിജിബിൾ ആണെന്നാണ് പറയുന്നത് അവര്. അപ്പൊ മന്ദാരം ടാസ്ക് ഫെയിൽഡ്. 70 CR. ആ എല്ലാവർക്കും ഡിപ്രഷനിലായി പോയണ്ണ. ഞാൻ eligible അല്ലെന്നാ ലോണിന്. ജുഗ്രു. എന്താ വൈകി? നീ മാത്രല്ല ചേട്ടനാ, ഞാനും. ഇവൻ അത്യാവശ്യം നല്ല പിക്കപ്പ് ലൈൻസ് ഒരുപാട് അറിയാവുന്ന ആളാ. ജുഗ്രു മോബിയാണ് അത് മോബി തന്നെ. ചുമ്മാ ആദ്യം പിക്കപ്പ് ലൈൻ പറ. റൊമാൻറ്റിക് ആണോ? അയ്യോ എങ്ങനെ വേണം? നിന്റെ ഇഷ്ടം. അതൊക്കെ നിന്റെ ഇഷ്ടമാണ് ജുഗ്രു. കൊറേ കളക്ഷൻ ഇല്ലേ? അതില് ഏറ്റവും നല്ല ഇംഗ്ലീഷിലുണ്ട് AB, എന്റെ ബാഗ് സ്കൂബി, പറഞ്ഞാൽ എന്റെ ബേബി. ശരി, അത് നിന്റെ കൊച്ചിന്. ഇനി വാസവന് പറ്റിയോട്ടോ പറഞ്ഞേ. വാസവന്റെ മുഖത്തിന് പറ്റിയത് പറയണേ. അടാ എഴുതിയാ?
ഒരെണ്ണോടെ പറ കേക്കട്ടെ. അത് ഇച്ചിരി ലോയാ. ആ. മഞ്ഞുണ്ടെങ്കിൽ വിന്റർ, വെയിലുണ്ടെങ്കിൽ സമ്മർ, തരുമോ നിന്റെ നമ്പർ? വാസുമോനെ എഴുതി വെച്ചു ഇവ കൊള്ളാം. ഇവരെ നീ set ചെയ്തത് ഇതൊക്കെ? അതൊക്കെ ഞാൻ പിക്കപ്പ് ലൈൻ ഒന്നും പറയാൻ പോയിട്ടില്ല. ചന്ദ്രനാക്കി നോട്ട് ചെയ്യണേ. എഴുതി വെച്ചില്ല അണ്ണ. ഇംഗ്ലീഷിലുണ്ട് AB, ഞാൻ നിനക്ക് സ്കൂബി, നീ എന്റെ ബേബി. ഇല്ല, ജിഗ്രു നമുക്ക് സെക്കൻഡ് ടാസ്ക് കൊടുക്കണ്ടാടാ. ജിഗ്രു already പറഞ്ഞാ നീ എന്റെ വേറെ ആരും ഇത്രയും കിടലും പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ടില്ല. പൈസ തന്നു. എത്ര വെച്ച് തന്നു? നീ യെസ് പറഞ്ഞ നീ എസ് പറഞ്ഞാൽ നീ എനിക്ക് ബേബി. പിക്കപ്പ് ലൈൻ ആവശ്യമില്ല. കിട്ടിയേ ജിഗ്രു 70 കോടി ടാസ്ക് പാസ്. പോട്ടെയാണ്. OG Sigma LX2, please come. സുഖം. പറ. ഞാൻ എന്താ പറയണ്ടേ? എന്താ ഐ ലവ് യു എന്ന് പറ. എടാ ഒരാള് പോലും നമ്മള് പറയാതെ ഒരാള് പോലും പറഞ്ഞില്ലല്ലേ? ഇല്ല എന്താ അടിച്ചു വിട്ടോന്നു? അവനെ ഞാൻ ഇപ്പൊ അടിച്ചു വിടും ഗ്യാങ്കോസിന്റെ ഫ്രണ്ടിൽ നിന്ന്. പറഞ്ഞോ. നിനക്കൊണ്ടൊരു താടി, നമ്മൾ നല്ലൊരു ജോഡി, നീയാകുമോ എൻ പിള്ളേരുടെ ഡാഡി. അയ്യേ വാസുമോനെ ഇവരാള് വേറെ. അതെനിക്ക് ഇഷ്ടപ്പെടാം. സ്റ്റാർട്ടിങ് കൊള്ളാം. നീ എനിക്ക് നിനക്കൊണ്ടൊരു താടി, അത് കൊള്ളാം. ആ ഒരു ഇത് കൊള്ളാം. എനിക്കറിയാം അണ്ണൻ ഇംപ്രസ് ആവുന്നത്. ഒരെണ്ണോടെ പറയോ? നീ ആളൊരു മാസ്, നിനക്കുണ്ടൊരു ഫാൻസ്, എനിക്കുണ്ടോ ഒരു ചാൻസ്. വെൽക്കം ടു TV. വെൽക്കം ടു TVയോ? കൊള്ളാം. അക്സെപ്റ്റബിൾ ആണ്. ഒരു 10 ലിട്ടൊക്കെ കൊടുക്കാം. പറഞ്ഞിട്ടോ നിനക്കൊണ്ടൊരു താടി, നിനക്കുണ്ടൊരു താടി, നമ്മൾ നല്ലൊരു ജോഡി, നീയാകുമോ എൻ പിള്ളേരുടെ ഡാഡി. പ്രശ്നം അതേപറ്റി കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. ടാസ്ക് നമ്പർ 2 ഇത് അത്രയ്ക്ക് ഇംപ്രസീവ് അല്ല. ഞങ്ങളോട് സംസാരിക്കുന്നതിന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഉത്തരം പറയണം. ഓക്കെ. TV കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? നാളെ ഒരു ക്യൂബ് വാങ്ങണം. ക്യൂബ് എന്തിനാ? മൂലത്ത് വെക്കാനാ? ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നു കഴിഞ്ഞാൽ. കണ്ണാടി കൊള്ളാല്ലേ? ഏത് ഇപ്പൊ വെച്ചിരിക്കുന്ന കണ്ണാടിയാണോ? നിക്കറ് മാറണം. ഇല്ല, ഇത് കൊള്ളാം, കുഴപ്പമില്ല, നല്ല നിക്കറാണല്ലോ. ടാറ്റു വേറെ അടിക്കണം. ഈ ടാറ്റു കൊള്ളാടാ, കുഴപ്പമില്ല. അണ്ണനെ കാണാൻ എന്ത് ലുക്കല്ലേ? അതെല്ലാരും പറയാറുണ്ട്. ചന്ദൻ എന്താ ഇങ്ങനെ? എങ്ങനെയാടാ? അപ്പാപ്പനെ കാണാൻ ഒരു ഗുമ്മില്ലാട്ടാ. അത് ശരിയാടാ, അപ്പാപ്പനെ കാണാൻ ഒരു ഗുമ്മില്ല. ഒരു വണ്ടി എടുക്കണ്ടേ അണ്ണാ നാളെ? എനിക്ക് ഓൾറെഡി ഉണ്ടോ, 3 ഉണ്ട്. ഓക്കെ അണ്ണാ. അവരെല്ലാം കറച്ചായിരുന്നേ. അവനെന്നെ അറപ്പിച്ച്, അവനെന്താ പറഞ്ഞിരിക്കുന്നു, അവനെന്നെ അറപ്പിച്ച്. ബ്രോ ഇവിടെ നിന്ന് ക്ലിയർ ആണ്, ഗ്യാങ് സിറ്റുവേഷൻ നടക്കാം. അവിടെ വരെ എല്ലാം കറക്റ്റ് ആയിരുന്നേ. പിന്നെ കുറച്ച് നന്നായിട്ട് സംസാരിച്ച് പിടിച്ചിരുന്നോണ്ട് ഞാൻ വിട്ടു. 342 പെട്ടെന്ന് തരണോ?
ബ്രോ ഇവിടെ കിട്ടിയോ? നമുക്ക് നമ്മളിവിടെ കിട്ടി 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 അർജന്റീനയിലാണോ? ആ ഓക്കെ. കിട്ടി കിട്ടി അവ Okay, okay. നെക്സ്റ്റ് ടാസ്ക് പാസ്റ്റ് 70 CR 70 CR 70 CR പോയിട്ട് വരാണ. ഓക്കെ പോയിട്ട് ഇല്ലറ കുഴപ്പല്ലോ. നീ ഒരു തേളി. അടുത്തത് കണ്ണാപ്പി. ഫെലിക്സ് പിന്നെ മാനം കാത്തല്ലോടാ നീ. എന്തായാലും ഞാൻ ദേവരാ ഇപ്പൊ പോമേ കണ്ണാപ്പി ഫസ്റ്റ് കോൾ. ചത്തുപോയാ നീ എന്ന് പറഞ്ഞു നിക്കാന്ന് പറഞ്ഞിട്ട് അതാ നമ്മള് ഇത് നിങ്ങളെ ഇത് കണ്ടോണ്ട് ഇവിടെ നിന്നുപോയി. ബ്രോ സംസാരിക്കും മാറി നിന്ന് സംസാരിക്കും ബ്രോ. സിറ്റുവേഷൻ ചെയ്തോണ്ടിരിക്കുക അതിനിടയ്ക്ക് ഓക്കെ ഇന്റർഫിയർ. ഓക്കെ കണ്ണാപ്പി അയലിട്ട ചട്ടി കടിച്ചോണ്ട് പോയി പട്ടി നീ എൻ കുട്ടി. എടാ നിന്നോട് ഞാൻ സംസാരിക്കാൻ വന്നല്ലേ, അപ്പൊ തന്നെ നീ എന്നെ ഒരു പട്ടിക്കഴുറ പോലെ വിളിക്കുന്നത് പോലെ എനിക്ക് കേട്ടത് ഫീൽ ചെയ്തത്. അയ്യോ അയ്യോ അല്ല അല്ല ഞാൻ സംസാരിക്കാനോടാ ഞാൻ പിന്നെ വന്നപ്പോഴേ പറഞ്ഞെന്തല്ലേ പിക്കപ്പില്ലേ. വേറൊരാളെ പറ കേക്കട്ടെ. വേറെ ചന്ദ്രനുള്ള ഒരു സ്പെഷ്യൽ ഉണ്ടോ? ഒപ്പത്തി വേണേ. പെട്രോൾ അടിക്കാൻ പമ്പ്, മരത്തിലുണ്ട് കൊമ്പ്, ചന്ദ്രൻ കുനിഞ്ഞിരുന്ന് മുമ്പ്. അങ്ങനെയായിരുന്നു. ഞാനല്ല പറയട്ടെ, ശരിക്കും അണ്ണനാണ് പറയട്ടെ. എനിക്ക് അങ്ങനെ ചന്ദ്രന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ ശീലമില്ലല്ലോ. അതെ ഇത് ഓൾറെഡി എന്റെ അഭിപ്രായത്തിൽ പാസ്സാണ് ചന്ദ്ര. ചന്ദ്രന്റെ അഭിപ്രായം എന്താണ്? പാസ് ഞാൻ എഴുതിക്കോട്ടെ എടുത്തിരട്ടെ. കണ്ണാപ്പി എന്നാ പറയട്ടെ. സാധനം കൊള്ളാം, പക്ഷെ എന്തായാലും ഞാനൊരു സെക്കൻഡ് ടാസ്ക് കൂടെ തരുവാ. നമ്മള് പറയുന്നത് പരസ്പര ബന്ധമില്ലാതെ തിരിച്ച് സംസാരിക്കണം. ആ അത് ഞാൻ ഏറ്റു. സർജറി കഴിഞ്ഞോ? അച്ഛനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. എന്തിനായിരുന്നു? ആ അച്ഛൻ നിക്കറിട്ട് പുറത്തോട്ടിറങ്ങില്ല. തെറ്റിപ്പോയില്ലോ. പോയി അവിടെ പോയില്ലേ? ഇല്ല ഇല്ല പോയി. അവിടെ പോയി. എന്തിനായിരുന്നു ചോദിച്ചപ്പോ അച്ഛൻ നിക്കറിട്ട് പുറത്തിറങ്ങിയെന്ന് ഓൾറെഡി പറഞ്ഞ്. ആ അച്ഛനെ പിരിച്ചു വാങ്ങാം ഈ ആഴ്ച തന്നെ. ഒരു ചാൻസ് തരാം. അയ്യോ വിശക്കുന്നല്ലോ. ബോബോയി ആരാ അതിന്റെ? നിക്കർ ഊരി പോകുന്നു. തിരിച്ചു കയറ്റിയോ? കണ്ടിട്ടുണ്ടല്ലോ വാസന്തിയെ. വാസന്തി ആരാ? ആഹാ ഇവിടെ വന്നു അച്ഛൻ. അച്ഛൻ വന്നോ? വീട്ടില്ല. ആ അച്ഛൻ പോവാണോ? പോയിട്ടോ. സുഖമല്ലേ നിനക്ക്? സാറേ അച്ഛന് ഫുഡ് വാങ്ങി കൊടുക്കണേ. അറസ്റ്റ് ചെയ്തതിന് കഴിച്ചില്ലേ? സുഖമല്ലേ നിനക്കെന്ന്? അച്ഛന്റെ കാര്യം നമ്മള് ചോദിച്ചില്ലല്ലോ. ആഹാ കയ്യിലൊക്കെ രോഗം വന്ന് മനുഷ്യനായി ഞാനത്. ലോറാപ്പി എന്താ പറയുന്നത്? ആഹാ ബൊട്ടയും ഉണ്ടല്ലോ. സുഖമല്ലേ നിനക്ക്? ആഹാ തല ഊരി വീണു. നീ പൈസ വന്നിട്ട് പൊക്കും. 342. കണ്ടിട്ടുണ്ടല്ലോ. അച്ഛനെ മാത്രം പിടിച്ചു വെച്ച് എന്തൊക്കെയോ റാൻഡ് പറഞ്ഞിട്ടൊക്കെ ഒരു രക്ഷയുണ്ട് കേട്ടോ അവര്. എവിടെ വില അച്ഛനല്ലേ ബാക്ക് ബോൺ 342. എത്ര വരുന്നത് അറിഞ്ഞു. 100,000 അണ്ണനല്ലേ ഇത്? 73 കോടി. 73 കോടി. അതാ ഇത്രയും ഉണ്ടാക്കാൻ പറ്റിയല്ലോ. സ്വാധീനം ഇല്ലല്ലോ കണ്ണ് കാണാത്തോണ്ട്. 73 കോടി തന്നെയല്ലേ വന്നത്? ടി വി കണ്ണാപ്പി 73 കോടി. 73 കോടി പാസ്റ്റ്. അത് മോശമായി കേട്ടാ. എന്താടാ എന്ത് മുമ്പിത്തരാണെന്ന് പറഞ്ഞ അണ്ണാൻ സപ്പോർട്ട് ചെയ്തതാ. ആര്? അച്ഛനെ പറ്റി അത് ചന്ദ്ര. അല്ലല്ല പിക്കപ്പ് ലൈൻ. ഞാൻ എന്തൊക്കെ ഞാൻ വല്ലതും പറഞ്ഞ ഞാൻ എന്റെ മൊത്തം പറയുന്നത് നീ 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 പിടിച്ച് വള്ളി നീ എന്തൊരു താളി മനസ്സിലായി. ഞാൻ ഒന്നും പറഞ്ഞില്ല. ബിക്കോസ് ഐ ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ് ബ്രോ. നിനക്ക് എന്ത് റെസ്പോൺസിബിലിറ്റിയാ ഉള്ളത്? നിന്റെ റെസ്പോൺസിബിലിറ്റി It's totally fine. കീരിക്കാടൻ ജോസ് കമൺ.
പക്ഷെ അത് കൊള്ളായിരുന്നു. നമുക്ക് വേറെ ഗാഗിനൊക്കെ വെച്ച് ഉപയോഗിക്കാം. ഹായ് ഗിരി, ഇത് ഞാൻ സൊല്ലിയാക്കണോ? അല്ല വേറെ ഇങ്ങോട്ടാണോ പറയണേ? അല്ലല്ല, ചുമ്മാ പറഞ്ഞോ. ഒരു ഇത് പറഞ്ഞോ. എല്ലാവർക്കും സുഖമല്ലേ? ഓ, എന്താ പറയണ്ടേ? പിക്കപ്പ് ലൈൻ. ഓക്കെ. പാല് കാച്ചാൻ അടുപ്പ്, ഉമ്മ വെക്കാൻ എടുപ്പ്, ഊരിക്കൂടെ നിന്നെ കാണാൻ മടുപ്പ്. കൂടെ ഉടുപ്പാ. ഒന്നുകൂടെ ചുമ്മാ വാസം പോലെ ആ കൊച്ചുകളൊക്കെ കളത്തിട്ട് പോയേ. പാല് കാച്ചാൻ അടുപ്പ്, ഉമ്മ വെക്കാൻ ഇടുപ്പ്, ഊരിക്കൂടെ ഉടുപ്പ്. ഊരിക്കൂടെ ഉടുപ്പ് കമ്പി. ഇത് തുണ്ടുപടത്തിൽ സംഭവം. ഇത് നമ്മൾ അതല്ല ബ്രോ പറയാൻ പറഞ്ഞ. ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പിക്കപ്പ് ലൈനാണ് പറയാൻ പറഞ്ഞത്. തുണ്ടുപടത്തിൽ ഏർപ്പെടുത്തല കാര്യങ്ങളല്ല. സോറി. ഇതൊക്കെ ഇറക്കിയല്ലേ അവിടെ, അതുകൊണ്ടായിരിക്കല്ലേ ഇത് കമ്പിയാണ്. കമ്പിക്കഥ ഇത്. പ്രോപ്പർ തുണ്ട്. താങ്കൾ എഴുതാൻ പോയിരുന്നു എവിടെയും? ഈ മാസാന്ത്യ മറ്റേ ഈ വനിതയിലൊക്കെ അല്ല അവസാനത്തെ പേജിൽ എഴുതുന്ന എന്തോന്ന് ഒരു കീർപ്പുളേഷൻ കാണാം. കീർപ്പുളേഷൻ നമ്മള് പ്രതീക്ഷിച്ച സാധനമല്ല. അതുകൊണ്ട് ടാസ്ക് നമ്പർ 2 തരാൻ പോണേ. നമ്മൾ അങ്ങോട്ട് സംസാരിക്കും, പരസ്പരം എന്തെല്ലാം തിരിച്ച് സംസാരിക്കണം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല പറയുന്ന ഉത്തരത്തിൽ. ഗീരിക്ക് മാത്രം ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുക്കാം. എന്താ? എന്ത് ചോദിച്ചാലും അതിൽ വാസുവിന്റെ പേരുണ്ടായിരിക്കും. അതെ, ആ റിപ്ലൈ പറയുന്ന എല്ലാത്തിലും എന്റെ പേര് വരണം. ചുമ്മാ പേര് ചേർത്താ മതി. എന്റെ പേര് ആ സെന്റൻസിലുണ്ട്. അത് സെന്റൻസ് ആയിരിക്കണം, വാക്കായിട്ട് മറുപടി പറയാൻ പാടില്ല. പേരെന്തായിരുന്നാ മതിയല്ലോ. KVL ആരെ ഇഷ്ടം? വാസുവിന് താടിയുണ്ട്. KVL ആരെ ഇഷ്ടമെന്ന് കേക്കുന്നില്ല. ഹലോ, KVL ആരെ ഇഷ്ടം? വാസുവിന് താടിയുണ്ട്. എത്ര താടിയുണ്ട്? ചെറുതായിട്ടാണോ വലുതായിട്ടാണോ ഉള്ളത് താടി? വണ്ടിക്ക് ടയറുണ്ട്, പക്ഷെ വാസുവിന്റെ വണ്ടി അത് ഒരു പ്രത്യേക ലുക്കാണ്. അവളെ തേച്ചിട്ട് വിഷം പോന്നാ? വാസുവിനില്ലേ, വാസുവിനെ പോകും. അല്ല, വിഷം ഉണ്ടാവുന്ന കാര്യമില്ല. എന്തായത്? ചന്ദ്രൻ മിക്കവാറും വാസുവണ്ണനുമായിട്ട് കൊടക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. എത്ര നേരം നിങ്ങൾ പ്രണയിച്ചു? വാസുവണ്ണന്റെ ഫസ്റ്റ് പ്രണയം കൊറേ സമയം സ്പെൻഡ് ചെയ്തല്ലോ. ഇതിനൊരു പ്രശ്നമുണ്ട് ഗിരി. വാസുമോനെ പറ്റി പറയുമ്പോ വാസുമോനെ പറ്റി പുകഴ്ത്തി വേണം പറയാൻ. പുകഴ്ത്തി മാത്രം. അതെ അതെ. പ്രാവശ്യം ഞാനായിട്ട് കമ്മിറ്റഡ് ആയാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതില് വീട് അത് വാസനാഥ് വൾണറബിൾ ആയിട്ടുള്ള പോയിന്റ് തന്നെ തട്ടി. വൾണറബിൾ ആയിട്ടുള്ള പോയിന്റ് തന്നെ തട്ടി. വൾണറബിൾ ആയിപ്പോ ആള് ഫസ്റ്റ് ചോദിച്ചിട്ട് വൾണറബിൾ ആയി. അത് മനസ്സിൽ തട്ടി കേട്ടോ, അത് മനസ്സില് ഫെയിലായി പോയല്ലോ. എന്ത് ചെയ്യാൻ പറ്റൂ? 342. എത്ര? 5 കോടി ഫൈനും പിന്നെ ഗ്രൈൻഡഡ് മണിയും. വീക്ക്നെസ് കയറി പിടിച്ച എത്രയായിരുന്നു? 75 കോടി ഗിരിയോ? ഇതെത്ര അയച്ചത് ഇപ്പൊ? 77,77,77,777. ഓക്കെ, ഇതൊക്കെ 77 കോടിയാണോ വരുന്നത്? അത് 7 കോടിയാണോ? ശ്രദ്ധിച്ചോട്ടെ. ഞാൻ ലാസ്റ്റ് കണക്ക് കൂട്ടി ഞാൻ എല്ലാം ലൈവ് കഴിഞ്ഞിരുന്ന് മൊത്തത്തിൽ നോക്കുമല്ലോ ഞാൻ. അപ്പൊ കീരിക്കാടൻ ജോസ് ടാസ്ക് ഫെയിൽഡ്. 77 കോടി 77 കോടി 77 കോടി 77 കോടി 77,777,777. 77,777. മതി, എന്റെ കയ്യിലുണ്ട്. എന്റെ ആൽഫ മെയിൽ ആഷ്, പ്ലീസ് കം. അവന്റെ കാർ ഓട്ടിപ്പോ ആൽഫ മെയിൽ പറഞ്ഞോ. എത്രയാണ് പിക്കപ്പ് ലൈൻ? 5 കഴിഞ്ഞ 6, ഉച്ചക്കുണ്ണാൻ ചോറ്, അണ്ണ ഇല്ലാതെ ലൈഫ് ബോറ്. 5 കഴിഞ്ഞ 6, ഉച്ചക്കുണ്ണ 6. എന്താ നീ പറഞ്ഞേ? ഉച്ചക്കുണ്ണാൻ ചോറ്, അണ്ണ ഇല്ലാതെ ലൈഫ് ബോറ്. ഒരെണ്ണോടെ അല്ലാത്ത ഗതിയാണ്. ഒരെണ്ണോടെ വെയിറ്റ് ചെയ്യണ. ചെടിയിലുണ്ട് വിത്ത്, ബുക്കിലുണ്ട് കുത്ത്, നീ എന്റെ മുത്ത്.
നീ കീരിയൊക്കെ റെഫറൻസ് എടുത്തത് എന്താണ്? കമ്പിക്കഥയാ? അണ്ണാ ഇതിലെന്ത് കുഴപ്പം? ഇഷ്ടപ്പെടും വാസുവിനെ ഓ ബുക്കില് ഫുൾ സ്റ്റോപ്പ് ആണ്. എന്റെ ഡേറ്റി Full stop, full stop. മൈൻഡ് എന്റെ ഡേറ്റി മൈൻഡ് ആണ്. സോറി എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കേട്ടോ. ഇറ്റ്സ് ഓക്കേ അണ്ണാ, ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. കുഴപ്പമില്ല. എങ്ങനെ പാസ്സാണോ? മാസൊക്കെ വാസുവിനെ അത്രേ ഉള്ളൂ. ഓക്കെ അപ്പൊ പാസ്. എടാ ഐഡി 342. ഗിവ് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. കിട്ടുമല്ലോ, ഞാൻ എടുത്തോട്ട് നിൽക്കാം. 342. കിട്ടിയില്ലണ്ണാ. ഓക്കെ. ആൽഫബേൽ 70 കോടി 70 കോടി 70 കോടി. ടാസ്ക് പാസ്. അന്ന് ആദ്യം പറഞ്ഞ എവനോട് പറയാൻ പറ്റിയ വേറെ കാര്യം ഉണ്ടായിരുന്നു. നിന്നെ കാണാൻ പൂതി, നീ വെറും കൂതി, കീരി നിന്റെ പാതി. വാസുവിനെ കണ്ണാപ്പി വന്ന പിക്കപ്പ് ലൈൻ പറഞ്ഞു ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് സ്പോട്ടിൽ പറയണമായിരുന്നു. എനിക്ക് ഞാൻ പിന്നെ നമ്മള് അവരെ അത്ര കിണ്ടി കരത്തിലുണ്ടോ കേട്ടോ? എന്തോ പെട്ടിയൊക്കെ ആയിട്ട് വരുന്നേ. സുഖല്ലണ്ണാ? സുഖമാണോ? നിനക്ക് സുഖമല്ലേ? പെരുമാറട്ടെ. ഓ തന്നോ? കിട്ടിയാ? കിട്ടി. പിക്കപ്പ് ലൈൻ ബ്രെഡിലിട്ട് ബട്ടർ, നീ എനിക്ക് ബെറ്റർ, തരട്ടെ ഒരു ലെവൽ ലെറ്റർ. അത് കൊള്ളാലേ. ബ്രെഡിലുണ്ട് ബട്ടർ, നീ എനിക്ക് ബെറ്റർ, നീ എനിക്ക് ബെറ്റർ, തരട്ടെ ഒരു ലവ് ലെറ്റർ. റൈമിങ് കൊള്ളാം. ഒരെണ്ണോടെ. ഫുട്ബോളിലുണ്ട് കോച്ച്, ബോള് തന്ന ക്യാച്ച്, നമ്മള് തമ്മി മാച്ച്. എന്റെ ഉള്ളിലൊരു ഉണ്ട്. അത് ഇച്ചിരി പ്രശ്നമാണത്. അത് തീരാനോ? വണ്ടിക്കുണ്ട് ടയറ്, നീളത്തിൽ വളരും ഹെയർ, നീയാണ് എന്റെ ഡിയർ. അല്ല പുതിയ ആളാണ് ഇവിടെ, പുതിയ അൽവാസിയാണ്, പരിചയപ്പെടാൻ വന്നതാണ്. പൂജനെ അപ്പേടിപ്പിച്ചു. സിറ്റിയിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. കുറച്ച് കുലീനമായി സംസാരിക്കും. നമ്മുടെ അവിടെ നിക്കട്ടെ. ഇത് 100% പാസ്സാണ്. ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ടാസ്കും കൊടുക്കില്ല. 342. The best pickup lines ever. Thank you. Great shoulder. Good, so good. Yeah. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു 5 മണി കുറച്ചു കൊടുക്കാതല്ലേ വാസു? അല്ല, അത് അണ്ണാ ഞാൻ കുറച്ച് അത് വേണ്ടല്ലേ? വേണ്ട. കിട്ടിയായിരുന്നോ? ടിവിയെ മാഡി കിട്ടി 70 കോടി 70 കോടി 70 കോടി. ടാസ്ക് പാസ്ഡ് ആൻഡ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. നമ്മുടെ പിക്കപ്പ് ലൈൻസ് നമ്മുടെ മാഡിയാണ് ഇവിടെ ഡെലിവറി ചെയ്തിട്ട് പോയത്. ഞാൻ മേളിലെത്തി. താങ്ക് യു സോ മച്ച്. മറ്റേ കൊള്ളാറ് എന്നെ കൊണ്ടൊരു താടി, നമ്മളെ നല്ലൊരു ജോഡി, നീ ആകും നമ്മളെ പിള്ളേരുടെ താടി, അതും കൊള്ളായിരുന്നു. ജൂഡ് മംഗലശ്ശേരി ജൂഡ്, പ്ലീസ് കം. നീ വെറും റൂഡ്, ഞാനൊരു ജൂഡ്. ഹായ് ജൂഡ്. പിക്കപ്പ് ലൈൻ പറഞ്ഞോടാ. തലത്തേക്കാൻ മിക്സ്, വേത്തേക്കാൻ ലക്സ്, അണ്ടർ കിസ്. അത് പോരാ. 10ൽ 2. 10ൽ 2 സോ ചീപ്പ്. കുടിക്കാറുണ്ട് കട്ടൻ, നീ എന്റെ കുട്ടൻ, ആയിക്കോട്ടെ അതിന്റെ ബട്ടൻ. ഒന്ന് ഇതിനൊന്ന്. ഇതൊക്കെ പണ്ട് ഇത് ആൾക്കാർ പയറ്റി അഴിച്ചോട്ടെ ഞാൻ നിന്റെ ബട്ടൺ. പണ്ട് ഇത് കീരിയുടെ ഏപ്പറത്തിലുള്ളതല്ല പറയാൻ പറഞ്ഞത്. വേറെ റെഫറൻസ് പറഞ്ഞു തന്നെ. അവ തുണ്ടു പുസ്തകം വായിക്കുന്നവരാണ് ഇപ്പോഴും. മുത്തുച്ചിപ്പി ഫയറൊക്കെ വായിക്കുന്നവരാണ് ഈ കീരി ഇപ്പോഴും. ഒരു സംശയമില്ല. ഇപ്പോഴും അത് വായിക്കുന്നവനാണ് അവൻ. അതുകൊണ്ടല്ലേ ഇവർ ഇപ്പോഴും ഇവിടെ നിൽക്കണേ. അല്ല, ഈ ടാസ്ക് ഫെയിൽഡ് ആണ്. ടാസ്ക് നമ്പർ 2. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതിന്റെ വിപരീതം പറയണം. ഇപ്പൊ ആണെന്ന് പറഞ്ഞ പെണ്ണ്,
ആ അങ്ങനെ പറയണം. ആ പറയാം. ഓക്കെ. വിപരീതമല്ലേ വാസുമനെ? അതെ അതെ, തെറ്റായ ഉത്തരമല്ലല്ലോ, വിപരീതം. വിപരീതം. തെറ്റായ വിപരീതം ഉത്തരമല്ല, എന്ന് മനസ്സിലായോ നിനക്ക്? വിപരീതം. വിപരീതം. ആ ഓ, അതായത് ഓപ്പോസിറ്റ്. അപ്പൊ ചോദിക്കാം പാപ്പ. ഞാനോ സുഖമാണോ? ഇവ അതല്ല, വിപരീതം പറയണ വാക്കുകൾ ആണ്. അതാ പറഞ്ഞത്. അങ്ങനല്ല, നമുക്ക് ചോദിച്ചാ അവര് അല്ലെന്ന് പറഞ്ഞാ പോരെ. അല്ല അല്ല ആ എന്നാ ആണ് അല്ല വാസുമൻ. അണ്ണൻ അതിനെന്താ വാസുമൻ വിപരീതം? ഞാൻ ഇതല്ല പാപ്പ ഉദ്ദേശിച്ചത്. ആണ് പെണ്ണ്. ഓ അങ്ങനെ ഇപ്പൊ ശരി. ബ്രോ ഞാൻ ഒന്ന് മനസ്സിലാക്കുക. പൊന്നു മച്ചാനെ, ഇങ്ങോട്ട് അണ്ണ ഫ്രീ അല്ല. ഇവന്മാര് എന്ത് പറയാ, എത്ര അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്താലും ഇവരിങ്ങനെയാണ് ചെയ്യണത്. ഞാൻ എന്ത് പറയാനാണ് അവന്റെ അടുത്ത്? ആ കേക്കാൻ ചൂടെ. പശു. ആട്. ആടാ? എന്റെ പൊന്നു വാസുമനെ വിപരീതം എന്താന്ന് അറിയാത്ത ഇവരോടൊക്കെ എടാ ഇപ്പൊ ആടെന്ന് പറയുമ്പോ പറയണ പൂച്ച എന്ന് പറയണം, മനസ്സിലായ? വിപരീത പശു എന്ന് പറഞ്ഞാ കാള. കാള കാള കാള. അതാണ് വാസു, അതാണ് അതാണ് വിപരീതം. വിപരീതം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ അല്ലാണ്ട് എടാ, വിപരീതം എന്ന് പറഞ്ഞാ എന്താടാ? മനുഷ്യൻ എന്ന് പറയുമ്പോ മൃഗം എന്ന് പറയണം. അങ്ങനെയല്ല അപ്പാപ്പ ഉദ്ദേശിച്ചേ. അപ്പാപ്പ ഉദ്ദേശിച്ചതാണ് അല്ലേ പാപ്പ? അപ്പാപ്പ അതല്ലേ? അപ്പാപ്പ അതല്ലേ? എന്താ ഞാൻ തിരിഞ്ഞത് വാസുമനെ. എടാ അപ്പാപ്പ അതാണ്. എടാ, നീ ഒരു 5 കോടി എക്സ്ട്രാ തന്നിട്ട് പോയേ. 70 കോടി ഉള്ളേക്ക് 342 എത്ര? 70 കോടി. 5 കോടി എടുത്തു തരാം. 5 കോടി എടുത്തറ. ഒരു സെക്കൻഡ്. എടാ നിന്റെ നാളേതാ? എന്റെ ഉത്രട്ടാതി. ചോദ്യം അങ്ങനെ നാളെന്നല്ല. അയ്യോ ചോദ്യം പറ്റി ഒന്നും പറയല്ലേ. ചോദ്യം പറ്റി ഒന്നും പറയല്ലേ. ചോദ്യം പറ്റി ഒന്നും പറയല്ലോ കേട്ടാ. പെണ്ണുപിള്ളയുടെ ആളാന്ന് കേട്ടാ. ഓക്കെ TV ജൂഡ് 70 കോടി ടാസ്ക് ഫെയിൽഡ്. ആരും പോവല്ലേ? ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്, ആരും പോവല്ലേ? മുച്ചിരി വിളിച്ചാല. അടുത്തത് അല്ലല്ല, ബോബോയ്. നിർത്താന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടല്ലേ? വല്ലപ്പോഴും അല്ലടാ വരുന്നത്, അന്നാരെങ്കിലും കുറച്ചു നേരം നിക്കണ്ടേടാ. ഇല്ല നമ്മള് സ്ഥിരം ഇല്ലാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ്? അതായത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പിക്കപ്പ് ലൈൻ. പിക്കപ്പ് ലൈനല്ലേ? അണ്ണൻ ആളൊരു മാസം, അണ്ണനുണ്ട് ഫാൻസ്, എനിക്ക് തരുമോ ഒരു ചാൻസ്? സൂപ്പർ സാർ, നേരത്തെ വന്ന് പറഞ്ഞിട്ട് പോയാണ്. ആണോ? ആരെങ്കിലും ചന്ദ്രന് വരണം. ചന്ദ്രന് കഴിക്കാൻ മന്തി പുറകിലൊരു ചന്ദ്രനുണ്ടോ ബുദ്ധി? സൂപ്പർ. ഇതൊക്കെ ആരെ പഠിപ്പിച്ചിട്ടോ ഇതിന്റെ? സ്വന്തം ഇല്ലേ? സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നില്ലേ? ഇത് ഞങ്ങൾ ഒട്ടും ഇംപ്രസീവ് അല്ല, അതുകൊണ്ട് ഒരു ചാൻസ് കൂടെ തരാം. പറയണതിന് നേരെ വിപരീതമായിട്ട് സംസാരിക്കണം. ശരി. എന്നുവെച്ചാ വിപരീതം അല്ല, ഞങ്ങൾ പറയുന്നതായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല. നീ ഉത്തരം പറയണത് ശരി. ആലോചിക്കാൻ പാടില്ല. ഇൻസ്റ്റന്റ് റിപ്ലൈ വേണം. ഓക്കെ. സുഖമാണോ? കർണാപ്പി അന്ധനായി പോയി. എപ്പോഴായിരുന്നു ഓപ്പറേഷൻ? കർണാപ്പിക്ക് തിരിച്ചു കിട്ടുമോ എന്തോ? എല്ലാം റെഡി ആയോ? ആനയ്ക്ക് പഴം കൊടുക്കാൻ മറന്നുപോയി. എത്ര പഴം വേണം? ആനയുടെ മേളിൽ കുരങ്ങൻ കേറി. ഏത് കുരങ്ങൻ? ചന്ദ്രന് ഇല്ല. പാൻറില്ല. അത് പറഞ്ഞ ശരിയല്ല. ശരിയാണ. അപ്പൊ എന്ത് ചെയ്യും? ടാസ്ക് ഫെയിൽ ആയതിന് 5 കോടി എക്സ്ട്രാ ഇടണം. 70 കോടി തന്നെ ഇവിടെ അപ്പുറം കൂടെ പിച്ചേണ്ടിയാണല്ലോ. നാളെ കൊണ്ട് തന്നാ നാളെ എങ്ങനെ തരും? 342 ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി. ഒറ്റ 10 അയ്യോ യൂണിറ്റ് 10 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി. 10 കോടി കിട്ടിയണ്ണ? കിട്ടി. TV ബോബോയ് 75 CR. അയ്യോ ഉമ്മയുടെ തരുവണ്ണ. ഉമ്മ പോക്കോ
സ്നൈപ്പ് ബോബേ ഒരു മിനിറ്റ് ബോബേ നാളെ പറയാൻ വയ്യ, പറടാ താല്പര്യമില്ല. നാളെ പറടാ രേവതി. ഓക്കെ വെജിറ്റബിൾ ഇല്ല, പോട്ടെ, ക്യാബേജ് അണ്ണ വെജിറ്റബിൾ ഉണ്ട്, ക്യാബേജ്, സിറ്റിലുണ്ട്, ഗാർബേജ്, സാവേജ്, അയ്യോ കുനിഞ്ഞേരി കുനിഞ്ഞേരി സാവേജ്. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? അണ്ണ വെജിറ്റബിൾ ഉണ്ട്, ക്യാബേജ്, സിറ്റിലുണ്ട്, ഗാർബേജ്, കുനിഞ്ഞേരി സാവേജ്. ലാസ്റ്റത്തെ ആ ഒരു വലിയ ലൈനിലൊരു അപാകതയുണ്ട് ചെറിയൊരു. എനിക്ക് മാറ്റി പറയണ, നമ്മുടെ ഫാക്ടറിയിലുണ്ട് അണ്ടി, ഗ്യാങ്ങിലുണ്ട് കിണ്ടി, സാവേജിനില്ല അണ്ടി. കൊള്ളാം അല്ലേ അണ്ണനെ പറ്റി വേണ്ട ഒരു പിക്കപ്പ് ലൈൻ. പാവത്തിന്റെ മണ്ടേ കേറുന്നത് എന്തിനാണോ നീയൊക്കെ? അയ്യോ ട്രയോ എന്നെ പറ്റി ഒരു പിക്കപ്പ് ലൈൻ പറയാം. ആരെ പറ്റി? Everyone have many goals, but I have a diamond like you. ഇത് കേട്ടില്ല. Everyone have many goals, but I have a diamond like you. അണ്ണ വീട് 5 കോടി കുറച്ചില്ല ഇപ്പൊ. എനിക്കൊന്ന് ഉറച്ചു നോക്കണം. 340 ഉറച്ചു നോക്കണം. കൊടുത്തു 49. നോക്കണം. 342. നൂറ് കോടിയാ? ആ സോറിടാ. TVS Snipe 100 കോടി ഇതുവരെ തന്നതിൽ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് സ്നൈപ്പാണ്. അടുത്ത ലോലിനെ അടിച്ചാലേ? എന്താടാ ലോലെ ലോലവാ ഹായ് ലോല. ഹായ്, How are you? How are you? ഫൈൻ. Fine. Food കഴിച്ചോ? Pickup line? പെണ്ണ് പിടിച്ചോ? ചന്ദ്രു അനാവശ്യം പറയോ? ഇല്ല നടക്കുന്നുണ്ട് അത്. അതുകൊണ്ട് ചോദിച്ചേ. Pickup line. വീട് വെക്കാൻ കമ്പി, പറന്നുവരെ തുമ്പി, നീയാണ് എന്റെ ബേബി. അത് ഒത്തിരി വീട് വെക്കാൻ കമ്പി. പറന്നു വരും തുമ്പി. നീയാണ് എന്റെ ബേബിയാ? അതെന്ത്? അത് തമ്മിൽ എന്ത് ബന്ധം? ഒരു പ്രാസമില്ല അതില്. വീട് വെക്കാൻ കമ്പി, നീ ഒരു അമ്പി, നീ വന്ന ഊമ്പി. അതൊക്കെയാണെങ്കിൽ പിന്നെ ഇല്ല അത് ഒട്ടും ഇമ്പ്രസ്ഡ് അല്ല. അത് പോരാ. പോരാ. ഒരു അതിലൊരു റൈമിംഗ് ഇല്ലാത്ത പാടാണ് കേട്ടോ അത്. സിംഗിൾ അല്ലേ, നമുക്കിത് പറഞ്ഞിടല്ലോ. അത് ശരിയാണ്. ലാസ്റ്റില് നീ പറഞ്ഞതില് ലാസ്റ്റിൽ ചെറിയ എഡിറ്റ് വരുത്തിയാ മതി. അത് പറഞ്ഞപ്പോ സത്യം. ആ തുമ്പിക്ക് പകരം ലാസ്റ്റ് ഊമ്പി പറഞ്ഞ എന്തെങ്കിലും, സോറി അമ്പി പറഞ്ഞ, അതായത് ബി പറഞ്ഞ എന്തെങ്കിലും പറ. കുഴപ്പമില്ല. ടാസ്ക് ഫെയിൽഡ്. 5 കോടി എക്സ്ട്രാ തരണം. ഓക്കെ 342. കണ്ണിനുള്ളിൽ നീ കണ്ട കിട്ടിയ ഓക്കെ. ലോലൻ 75 കോടി ടാസ്ക് ഫെയിൽഡ്. അമ്പറല്ലേ നീല എന്താ കോട കോട നീല ഹായ്. പിക്കപ്പ് ലൈൻ. പബ്സിലുണ്ട് എഗ്, നീയാണ് എന്റെ ഡ്രഗ്, തരുമോ എനിക്കൊരു ഹഗ്. കൊള്ളാം. മംഗലശ്ശേരി നീലേടനാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് കിട്ടുമില്ലേ? ഇനി ഇതൊന്ന് രക്ഷപ്പെടുത്തണം. ഒരെണ്ണം കൂടെ പറയാൻ പറ്റുമോ? ഇനി പറഞ്ഞ അടി കിട്ടും. അങ്ങനെ പറഞ്ഞു പറഞ്ഞോ. കുട്ടിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ബിസിനസ് ആണ്. ക്യാൻ ഐ ഹാവ് എ ഡേറ്റ്? ഓ അത് കൊള്ളാം.
അത് കീരി പറഞ്ഞു തന്നാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അല്ല അത് കീർത്തനം പറഞ്ഞത് വേറെ അത് വേണ്ടായിരുന്നു മറ്റേ അത് ഓൾറെഡി ആരണ്ട് വന്ന് പറഞ്ഞു ഇവിടെ ആണല്ലേ? അതെന്തായാലും അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം. പാസ്. അപ്പൊ 3-4-2 തന്ന നീലൻ 70 കോടി 70 കോടി 70 കോടി. അപ്പോ അടുത്തത് വാ ഡീമൻ വാ. ഹലോ മച്ചാനെ ഹലോ ഹലോ സിറ്റുവേഷൻ ആണോ ഗ്യാങ് മീറ്റിംഗിലാ ബ്രോ. എന്ത് പറ്റി? ഗ്യാങ് ഹൗസ് ഒന്ന് കാണാൻ വേണ്ടി അല്ല ഇപ്പൊ പറ്റില്ല ബ്രോ, ഗ്യാങ് മീറ്റിംഗിലാ. എന്താ? അല്ല ഒന്നുമില്ല ബ്രോ, ഒന്നുമില്ല, പോയിട്ട് വരാം. ബ്രോ അതായത് ഇവിടെ ഇപ്പൊ ചെറിയൊരു ഗ്യാങ് മീറ്റിംഗ് നടക്കുക ബ്രോ. ഒന്ന് മാറത്ത. ഈ സിറ്റിസൺസ് എല്ലാം എങ്ങനെയാണ് ഇവിടെ വരുന്നത്? പോയിട്ട് വരാം. പോട്ടെ. ഹലോ ഡിമ യെസ് പറഞ്ഞോ. എന്ത് എന്താ പിക്കപ്പ് ലൈൻ? അറിയൂ ബിറ്റ്വീൻ പത്തനംതിട്ട ആൻഡ് ട്രിവാൻഡ്രം കുസ്നി കൊള്ളാം. എന്തത്? ബിറ്റ്വീൻ പത്തനംതിട്ട ആൻഡ് ട്രിവാൻഡ്രം ബിക്കോസ് യു ആർ കൊള്ളാമെന്ന്. കൊല്ലം ഓക്കെ. നീ പണ്ട് പോലും തരണം, ആ വഴിക്ക് എങ്ങനെയൊക്കെ തിരിച്ചു പോകും. പക്ഷെ കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം. ഒരെണ്ണോട് പറയാൻ പറ്റുമോ? പറമ്പിലുണ്ട് ഇഞ്ചി, അവളൊന്ന് കൊഞ്ചി, നിങ്ങളെ കൊഞ്ചി. ചന്ദ്രന്റെ അടുത്താണ് കേട്ടോ. എന്താ പറഞ്ഞ നീ മൂഞ്ചി വന്നാ? കൊള്ളാം, അതിനൊക്കെ ഇതിലൊരു കഴിവുണ്ട്. ഇംപ്രസ് 3-4-2. ഞാനിപ്പോ ഇംപ്രസ്ഡ് അല്ല. വില്ലുവിനൊന്നും വരാൻ പറ്റത്തില്ല ഗൈസ്, വില്ലുവിനൊന്നും വരാൻ പറ്റത്തില്ല. ഓൾറെഡി പറഞ്ഞായിരുന്നു. കിട്ടി. ടിവിയെ ഡീമൻ 70 CR. ഓക്കെ, അടുത്ത അണ്ടി ഫാക്ടറി ഭരതൻ പ്ലീസ് കം. ബാലൻ വന്നില്ല, ബാലൻ എന്നെന്തോ പരിപാടിക്ക് പോയേക്കോന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഹലോ പറഞ്ഞു ഭരതൻ. പിക്കപ്പ് ലൈൻ ആണോ? അതെ. രാവിലെ കുടിക്കാൻ കാപ്പി നീ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി. ഇല്ല, ഒരു വരിയും കൂടി കാണാറുണ്ട്. ഒറ്റ വരി കൂടി. കുഴപ്പമില്ല, കൊള്ളാം. ആ ലാസ്റ്റില് ഈലും ശരിയായല്ല. വേറെ വേണോ? വീണ് പോട്ടെ. ആ ഈല് വേറെ ഇറങ്ങ്. നിന്റെ കയ്യിലൊരു വെസ്പ തരട്ടെ, ഞാനൊരു പുഷ്പ. ഇത് രണ്ടുപേരും നിന്ന് പോന്നെ. ഇതെല്ലാം 2 വരി ഉള്ളല്ലോ, 3 വരി ഉള്ള ഒന്നുമില്ല. നമുക്ക് ഇത്ര മതി, ചെറുതാ. ആണല്ലേ? കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ 3-4-2 ഇംപ്രസ്ഡ്. SRK ആണ് അടുത്ത. SRK വിളിയേ. SRK ഒക്കെ ഒരു വിളിച്ചു. ഐ എം വെരി സോറി. ഭരതൻ 70 CR. ഇനി ആരാ? മുച്ചിരിടല്ലേ ഉള്ളു? മുച്ചിരി ഏവലിനെ വിളിച്ചായിരുന്നു? ഏബലിനില്ല. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ലല്ല, കോച്ച് ഉണ്ടല്ലേ? മുച്ചിരിക്കാം. മുച്ചിരിനെ കോച്ചിനോട് ഒരുമിച്ച് വിളിച്ചിട്ട് നമുക്കൊരു പെർഫോമൻസ് കൊടുക്കാം അവർക്ക് രണ്ടുപേർക്കും. ഇല്ല വേണ്ട കോച്ചിനല്ല. ഹലോ അണ്ണാ, പിക്കപ്പ് ഞാൻ പറയാൻ വെച്ച എന്തായാലും പിക്കപ്പ് ലൈന് കണ്ണാപ്പി പറഞ്ഞു. ഇപ്പൊ ഞാനൊന്ന് ഉണ്ടാക്കി. ഉണ്ടാക്കിയത് പറഞ്ഞു. ചന്ദ്രുക്കിന്റെ കൈ നിന്റെ നാളെ കൂതി. നിന്നെ കാണാൻ പൂതി. നീ പല പറഞ്ഞോണ്ടല്ലോ മുച്ചിരി. നീ എന്റെ പേര് ഊമണ്ട. നീ സ്വന്തം പറ നായിന്റെ മോനെ. ചന്ദ്രുക്കിന്റെ കൈവേ. പക്ഷെ ചന്ദ്രുക്ക് എന്റെ കയ്യിൽ നിന്ന് 1v1 വാസണ്ണ എന്റെ കറലേ ഇത് 3 വരി. അല്ല വാസവൻ എനിക്കത് മുച്ചിരി രണ്ടാമത്തെ ഗെയിമും ആദ്യത്തെ ഗെയിമും തമ്മിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഒട്ടും ഇംപ്രസ്ഡ് അല്ലേ മുച്ചിരി? വെരി ബാഡ്.
കിട്ടാന് നിന്റെ സൈഡിൽ നിന്ന് ഇതെല്ലാം പ്രതീക്ഷ. എന്നാ ഓക്കെ ടാസ്ക് നമ്പർ 2 ഇത് പാസ്സായാലും 5 കൂടി എക്സ്ട്രാ തരണേ. 5 10 കൂടി കൊടുക്കണം. 10 കൂടി എക്സ്ട്രാ കാര്യത്തിന് യാതൊരു ബന്ധമില്ലാത്ത റിപ്ലൈ പറയണം. അതായത് ഞങ്ങൾ പറയണ കാര്യമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. പെട്ടെന്ന് ഉത്തരവും പറയണം. ആലോചിക്കാൻ പാടില്ല. ആലോചിച്ചാൽ ഔട്ടാ. ഓക്കെ സുഖമാണോ? എന്റെ കയ്യില് ഫിഫൈന്റെ മൈക്ക്. എത്ര രൂപയായി? നൈക്കിന്റെ ഷൂന്ന്. എവിടുന്നാ മേടിച്ചേ? ഞാന് വണ്ടി ഓടുന്നു. വണ്ടി ഓടിയാ? എവിടുന്ന് മേടിച്ചതാ? പോയി അവൻ സ്ഥലപ്പേരാ പറഞ്ഞത്. മന്തിയോട് മേടിച്ചത്. ഹലോ മാന്യജനങ്ങളെ, ഹലോ ബ്രോ ഇവിടെ ഒരു ഗ്യാങ് മീറ്റിംഗ് നടക്കുകയാണെന്ന്. സൈഡ് നമ്മൾ കുറച്ചൊരു പ്രതീക്ഷ. ബ്രോ ഇവിടെ ഗ്യാങ് മീറ്റിംഗ് ബ്രോ. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം ബ്രോ, പ്ലീസ്. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ അവിടെ സൈഡിലോട്ട് നിന്നോ. സൈഡിലോട്ട് ഒരു ഫൈനൽ ചാൻസ് ഒന്നുകൂടെ തരാം. ശ്രീനി തരത്തില്ലേ? ഒരു മിനിറ്റ് ഒന്ന് എന്താ പറയാനുള്ളത്? TV അല്ലാതെ വേറെ ഏത് ഗെയിം കളിക്കാനാണ് ഇഷ്ടം? എന്റെ പേര് മുച്ചിരി. ആരാ പേരിട്ടത്? എന്റെ കണ്ണാടി ഇല്ല കേട്ടോ, മറന്നുപോയി. എവിടെ വെച്ചാ മറന്നു വെച്ചത്? ഞാൻ ഷൂ ഇട്ടിട്ടില്ല കേട്ടോ, ഇന്ന് ചെരുപ്പാട്ടെ. ഏത് ബ്രാൻഡ് ചെരുപ്പ്? ഞാൻ എന്റെ വരെ വന്തിയോട്. വന്തിയോടോ? ഞാൻ ഇന്ന് മുതുക്ക് പോയിട്ടില്ല. ഗ്യാങ് ഹൗസിലായിരുന്നു. അപ്പൊ ഈ കണ്ണാടി ഞാൻ ഇപ്പൊ വെച്ചേ ഉള്ളൂ. എപ്പോഴാ എടുത്തു മാറ്റിയത്? ഈ പാന്റ് ഇടണ്ടല്ലേ? പാന്റ് കൊള്ളാം, കുഴപ്പമില്ല. ആ കാർ കൊള്ളാം. അത് കൊള്ളാം. നിന്റെ ഇഷ്ടമുള്ള വണ്ടി ഏതാ? ഇല്ല ഇന്ന് ഇയർപോഡ് വെക്കാൻ മറന്നുപോയി. ആണല്ലേ? ഏത് ആപ്പിളിന്റെ ആണോ? അണ്ണൻ എന്ത് ലുക്കാലേ. അതെല്ലാരും പറയാറുണ്ട്. നിനക്ക് തോന്നിയല്ലേ? ചന്ദ്രന്റെ സൂപ്പർമാന്റെ അത് കൊള്ളാം. ഏത് സൂപ്പർമാന്റെ സാധനം? അപ്പൊ ഈ മാസ്ക് മേടിച്ചേ കടയിന്നല്ലാണ്ട് പിന്നെ വേറെ അമ്പലത്തിൽ നിട്ടോ മാസ്ക്? സംസാരിച്ചോ. 342. ഇത് അല്ലല്ലോ, കുറഞ്ഞു പോയി. വെയിറ്റ് ആക്ക്, മാറിപ്പോയി. വന്നില്ലേ? വന്നു. ഇല്ല വന്നിട്ടില്ല. വെയിറ്റ് ആക്ക്. നീകൻ എവിടെ പോയടാ? കാശ് തന്നിട്ട് പോയി. എന്റെ തന്നില്ലല്ലോ. എന്റെ നീക താഴെ ചന്ദ്ര ബാക്കി എല്ലാരും ഗ്രൈൻഡ് ചെയ്ത പൈസയാണോ ചന്ദ്ര? അണ്ണാ ഞാൻ പറയില്ല. തരും. അവൻ തരും. അന്റെ ഇല്ല അവൻ തന്നില്ല. എല്ലാം തന്നു. യൗവത് സിയാർ തന്നു. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിട്ട് പറയാം കേട്ടോ. യൗവത് സിയാർ 80 ലക്ഷം. ഈ കാര്യത്തിൽ മാത്രം എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. 100 സിയാറാ? നീ എത്ര തന്നു മൊത്തം? കൊറേ തന്നു. എത്ര തന്നടാ തെണ്ടി? കണക്ക് തെറ്റിയട്ടെ. നീ എത്ര തന്നു മൊത്തം കൂടെ? 80 സിയാറിന്റെ മുകളിലുണ്ട്. അല്ല 70 സിയാറിന്റെ. ടോപ്പ് അടിക്കുന്നവർക്ക് സമ്മാനം ഉണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ 200 സിയാർ. നായേ ഓർമ്മയില്ലടാ നിനക്ക്? 70 സിയാറിന്റെ മുകളിൽ തന്നു ഞാന്. അർഹതയില്ല പ്രൈസിന്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറ. നീ പോയി എന്റെ തത്സമയം ഒന്ന് നോക്കിട്ട് എത്ര കൂട്ടി നോക്കിട്ട് പറഞ്ഞേ. നമ്മൾ കുറച്ച് എത്തിക്സ് ഉള്ള ആൾക്കാരാണേ. ഇപ്പൊ പോയിട്ട് വരുന്നേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ TV കോച്ച് അല്ലെങ്കിൽ കില്ലുവ. നീക ഇവിടെ ഉണ്ടോ? റോഡ് സൈഡ് ഇപ്പൊ. ഹലോ കോച്ച്. സുഖമാണോ? സുഖമാണ് കോച്ച്, സുഖമാണ്. പരിപാടി നല്ല പരിപാടി കോച്ച്. കോച്ച് പിക്കപ്പ് ലൈൻ. ഇംഗ്ലീഷ് ഒക്കെ ആണോ? ഇംഗ്ലീഷ് ഓക്കെയാണ്. I always thought happiness starts with an H.
but it looks like it starts from you. ഭയങ്കര ശോകം. ടാസ്ക് നമ്പർ 2. ഇന്നൊന്ന് മലയാളത്തിലുള്ള ടാസ്ക് നമ്പർ 2. നമ്മൾ എന്ത് പറഞ്ഞാലും യു ഷുഡ് ഹാവ് സേ ഓപ്പോസിറ്റ്. ലൈക്ക് അല്ല അങ്ങനെയല്ല, മനസ്സിലായി. അത് തമ്മില് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷൻ. ഓക്കെ. കുറച്ച് ടിവിയിൽ വന്നിട്ട് ഹാപ്പിയാണോ? അപ്പാപ്പൻ എന്നെ പാന്റ് വന്നിருக்கு. അല്ല അപ്പാപ്പന്റെ പാന്റ് ആയാലും ഇവിടെ ടിവി വന്നിട്ട് ഹാപ്പിയാണോ? മേലെ സ്റ്റാർസ് എല്ലാം നല്ല ഇരിക്കല്ല. ഏത് സ്റ്റാറാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ചന്ദ്രൻ കുതിച്ച് വരത് പാറ അവിടെ. ചന്ദ്രന്റെ കാര്യം വിട്, ഏത് സ്റ്റാറാ ഇഷ്ടപ്പെട്ടെ? ആലോചിക്കാൻ പാടില്ല. ഡോണ്ട് തിങ്ക്. അയ്യോ എന്നടാ ഇത്? ആരോടാ വണ്ടി? ഏത് വണ്ടി? കോച്ചുള്ള കേക്കാവോ? ഹലോ എന്റെ ഷൂ പാർട്ടിയാടാ. ഷൂ ഹലോ കളർ കണ്ടോ? കേക്കാവോ കോച്ച്? കേക്കാവോ? പാന്റ് കളർ കണ്ടോ? ഇതാവട്ടെ കോച്ച്. ഇല്ല ഇംപ്രസീവ് അല്ല കോച്ച്. 5 CR എക്സ്ട്രാ പേ ചെയ്യണേ. ശരി 342. இன்னும் ஒரு பிக்கப் லைன் மட்டும் பரையட்டா? പറഞ്ഞോ. இது வந்துட்டு நான் உண்டியாக்கியது நான் சின்ன வயசுல ஐ கிரியேட்டட் ஆன் மை ஓன். അതെ ഓക്കെ. ബട്ട് ആണാ അത് ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ. എനിക്ക് എന്തുവാ വേണം പിക്കപ്പ് ലൈൻ? നീ അല്ലേ എന്റെ ലൈൻ? ഇതൊന്ന് ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം പ്ലീസ്. വാസുവിനെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള സാധനമാണ്. പിന്നെ എന്തിനാ ചോദിച്ചത്? നിന്നെന്തിനാ അത് വൈ ഡു ഐ നീഡ് എ പിക്കപ്പ് ലൈൻ വെൻ യു ആർ മൈ ലൈൻ? அதுதான் நான் மலையாளத்தில் சொல்ல பார்த்தேன். ഓക്കെ മനസ്സിലായി. 342. ഇത്രയും 10 കോടി എക്സ്ട്രാ ആകണ്ടേ? അതെ സത്യം. ഇത് കേട്ടിരുന്നതിന് നമുക്ക് 10 കോടി എക്സ്ട്രാ വേണം കേട്ടാ. ബാബു ഹോസ്പിറ്റലിലാണ്, പനി മേടിച്ച് ഹോസ്പിറ്റലിലാണ്. ഓക്കെ 1 സെക്കൻഡ്. ഡെസ്റ്റോட 40 crores കൊടുക്കறேன். ഡെസ്റ്റോட 40 ഉള്ളൂ? ஆமா, அவன் ലാസ്റ്റ് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തല്ലേ. ഓക്കെ. അവൻ അതனால കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചോളാം അവന്റെ അടുത്ത്. തന്നു. ശരി ഓക്കെ. 342. കുറിപ്പ് വന്നില്ലടാ. കുറിപ്പ് വന്നില്ലെന്ന്. 342 കോച്ച്. കിട്ടിയോ? ഇതെന്താ 210 കോടിയോ? 210. ഡെസ്റ്റോட 40, എന്റെ 170. ടിവിയെ കില്ലുവ 170 CR. കോച്ച് പോവല്ലേ ഒരു മിനിറ്റ്. സോ ഈ വട്ടം നമ്മള് ടോപ്പ് ഗ്രൈൻഡർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിന് എനിക്ക് തോന്നുന്നില്ല ബാക്കി ആരും. പറയടാ. വില്ലുവിന്റെ 250 കോടി ഉണ്ടെന്ന് പറയാൻ പറഞ്ഞേ. വണ്ടി അത് പഴയ മണി നിറയെ ഉണ്ട്. മുതുക്കി വരുന്ന പൈസയാണ്. ഗ്രൈൻഡ് ചെയ്ത ഗ്രൈൻഡ് ചെയ്താണ് 250 കോടിയും. ആണ്. പിന്നെ അവൻ ഗ്രൈൻഡിങ് കൊണ്ടായിരുന്നു അവിടുന്ന്. എല്ലാരും ഒരു വാട്ടി ചോദിച്ചോ. അപ്പൊ ലോഗ് നോക്കിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇല്ല എന്തായാലും ഇപ്പൊ ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്തില്ല. ലോഗ് നോക്കിയിട്ട് നാളെ പറയാം. ലോഗ് നോക്കിയിട്ട് നാളെ ഞാൻ അനൗൺസ് ചെയ്തുള്ളൂ. ആരാണ് വിന്നറെങ്കിലും വിന്നറിനെ കിട്ടാൻ പോണത് 50 സീരീസിൽ ഉള്ള ഏറ്റവും പുതിയൊരു ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ ഇത് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ടോന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് വെച്ചത്. ഞാൻ ഇത് പറയാഞ്ഞത് അതുകൊണ്ടായിരിക്കും. ഈ 50 സീരീസിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് മേടിക്കാം. ഞാൻ നേരിട്ട് കൊണ്ടുപോയി മേടിച്ചു തരും. നാളെ ലോഗ് നോക്കിയിട്ട് ആരാണ് വിന്നർ എന്നുള്ളത് നാളെ പറയാം. 50 പറയണേ. ഞാൻ മേടിച്ചു കൊടുക്കും. സപ്പോസ് நான் வின் ஆனேன்னா ஓகே 50-90 எனக்கு இருக்கு. ஓகே அதுக்கு பதிலு நம்ம இப்ப எல்லாரும் சேர்ந்து എവിടെയാச்சுം പോവാം. അത് വിൻ பண்ணா ഓക്കെ. അല്ല കോച്ച്, അതിന് പകരം നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഇത് കൊടുക്കാം കോച്ച്. ഓക്കെ യാരാச்சுം ഒരുത്തർക്കുന്നാ ഓക്കെ. അത് ഓക്കെയാണ്. ഓക്കെ മെയിൻ ബാങ്ക് അടിക്കാൻ വരുന്നു. ഇല്ലടാ കുറച്ച് പണിയുണ്ട്.
പണിയുണ്ടല്ലോ അല്ലേ? അണ്ണാ എന്റെ ഒരു 40 ചെയ്യാറുണ്ട്. അതാണ് നിന്റെ തന്നു നീ തന്നു 342 കൂടെ. അപ്പൊ നാളെ ലോഗ് നോക്കിട്ട് പറയാം. ചന്ദ്രൻ നമ്മുടെ 250 കോടി എന്റെ സാവേജ്. நானே ஓதிச்சியாரல்ல அண்ணா ஓதிச்சியாரல்ல. നാനും വന്നിട്ട് 500 ലോഗ് നോക്കിട്ട് അണ്ണാ നമ്മളെ സാവേജിന്റെ സൈപ്പിന്റെ നമ്മൾ മറ്റേ കാശ് വാങ്ങിട്ടാ പെട്രോൾ പമ്പിന് 500ഓളം അണ്ണ 500ഓളം. സാവേജിന്റെ സൈപ്പിന്റെ കയ്യിലേ 500ഓളം കാശ് നമ്മൾ അവരെ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ. 500 കോടിയോ? അപ്പൊ വി ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. അത്രേ ഉള്ളൂ. സൈബേ താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. നീ എവിടെ നിൽക്കുന്നു? 500 കോടി ഇവൻ തിരിച്ചു വന്നോ പൈസ? ഇല്ല ചന്ദ്ര പൈസ തിരിച്ചു കൊടുക്കണേ എല്ലാവരുടെയും. അണ്ണാ ലാഭം കിട്ടണ്ടേ? നീ കൊറേ ഉണ്ടാക്കുന്നുണ്ടേ, നീ കൊറേ. ചന്ദ്ര നീഗിന്റെ ഫണ്ട് നാളെ അവൻ ലോഗ് നോക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടല്ലേ നീഗിന് സസ്പെൻഷൻ ആണ്, ഞാൻ ഉറപ്പ് പറയാം. അതെ തോന്നിക്കുന്നു. നീ വിളിക്കുന്ന റവാസണ്ണൻ എവിടെ മതിലിന്റെ പറയും. നീക ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞ കേസാണ്. ഗ്രൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സ്ലോട്ടിൽ നിന്ന് ഞാൻ മാറ്റും, ഉറപ്പാണ്, ഒരു സംശയമില്ല. നീക ഞാൻ ഓക്കെ ഇങ്ങോട്ട് വാ. 342 ഞാൻ നാളെ ലോഗ് നോക്കും കേസ്. ലോഗ് നോക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്യാത്തവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും, ഒരു സംശയമില്ല. കൊടുത്തിട്ട് പറയണടാ. എന്റെ ഇൻവെന്ററി എല്ലാം ഫുൾ ആയോ? ഇല്ലല്ലോ. ചന്ദ്രന്റെ ഫണ്ട് കൊണ്ടുവന്നേ. ഇതും കൂടെ വെച്ചോ. ഇതെത്രയാ? 300 കോടിയോ? അത് എന്റെ ഇതുവരെയുള്ള സമ്പാദ്യം വാസവനെ. അത് കൈ വെച്ചു. ഞാൻ അല്ല ഒരു കാര്യം പറയാം, ഞാൻ ഇത്തവണ ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. എന്റെ സമ്പാദ്യം അപ്പന്റെ കാര്യത്തിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ സെർവർ സൈഡിൽ. എന്റെ അപ്പന്റെ കാശാണ് അപ്പ തന്നെ. നീ പൈസ എടുത്ത് ചന്ദ്ര, പൈസ എടുത്ത് എന്റെ കാശ് ചോദിച്ചു പൈസ സ്പോണൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ സിറ്റിയിൽ. കറക്റ്റ് ആയിട്ട് ലോഗ് ഉണ്ട്. പവർ ഗെയിമിംഗ് ഒന്നും അല്ല. ഈ പിള്ളേരെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ. എടാ തന്നേ ചന്ദ്ര, ഫണ്ട് തന്നേ. 70 CR തന്നേ പറ്റുള്ളൂ. അപ്പൊ പിള്ളേരുടെ എന്തെങ്കിലും ആവശ്യം ഞാൻ തിരിയണം. അതെ ഞാൻ നോക്കിക്കോളാം. ഇപ്പത്താ പൈസ അണ്ണാ സിറ്റിയിൽ പോലും കാണൂല. കാര്യം പറഞ്ഞേക്കാം. ഞാൻ സിറ്റിയിലുണ്ടാവും. ഫോൺ ചാർജ് ചെയ്യായിരുന്നു. ഇത് ഒരു മിനിറ്റ്, ഫോൺ ചാർജ് പവർ ബാങ്ക് ചാർജ്. ഒരു മിനിറ്റ് പോണം. നിന്റെ അട വറക്കല്ലേ, ഞാൻ കൊല്ലുവേ. കാറ്റ് പറഞ്ഞ ഫോൺ ഓഫാ. ഫയർ ഫോൺ ചാർജ് കയറിക്കൊണ്ടിരിക്കുക. അമ്മയാണ് സത്യം. ഞാൻ മേടിച്ചോളാം നിന്റെ. ടോട്ടൽ നമ്മുടെ ഗ്യാങ് ഫണ്ട് എല്ലാം കൂടെ ഇന്ന് കളക്ട് ചെയ്തത് 2000 കോടിയെ. അണ്ണാ ഒരു മിനിറ്റ്.